അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ കാസർഗോഡ് കുണിയ, ഇവിടെയുള്ള ഒരു അത്ഭുതകരമായ ഒരു മനുഷ്യനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ചരിത്രത്തിന് തുല്യതയില്ലാത്ത രീതിയിൽ ചെലവിന് വേണ്ടി മാത്രം ഇൻഷാ അല്ലാഹ് ഇനി വരാൻ പോകുന്ന സമസ്തയുടെ 100-ാം വാർഷിക മഹാസമ്മേളനത്തിൻ്റെ ചെലവിന് വേണ്ടി മാത്രം 10 കോടി രൂപ നൽകിയ മഹാമനുഷ്യൻ ഇബ്രാഹിം ഹാജി കുണിയ. ലോകത്തുള്ള എല്ലാ ജനങ്ങളും തനിക്ക് സ്വന്തത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് താനും തൻ്റെ കുടുംബവും മാത്രം ഓർത്ത് കഴിയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മഹാമനുഷ്യൻ 10 കോടി രൂപ, അതുപോലെ 800 ഏക്കർ സ്ഥലം സമസ്തയുടെ പരിശുദ്ധമായ ആ സമ്മേളനം നടക്കാൻ വേണ്ടി പണ്ഡിതന്മാർ, സയ്യിദന്മാർ, അബ്ലിയാക്കളൊക്കെ ഒരുമിച്ച് കൂടുന്ന ആ മഹാസമ്മേളനത്തിന് വേണ്ടി നോക്കൂ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല പറയുകയാണ്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സംഖ്യ ചെലവഴിക്കുന്നത് വരെ ഒരു നന്മയും അല്ലേ. അതുപോലെ ഈ മനുഷ്യൻ നോക്കൂ, ഇബ്രാഹിം ഹാജി എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടുത്തുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, വൽ ബഖീലു അദുവുല്ലാഹ് വലൗ കാന ആബിദൻ. ബഖീ അല്ലാഹുവിൻ്റെ ശത്രുവാണ്. വലൗ കാന ആബിദൻ, അവൻ ആബിദാണെങ്കിലും ശരി എന്നാണ്, വലിയ ഇബാദത്തുകാരനായാലും. വസ്സഖിയു അഹബ്ബു ഇലല്ലാഹ്, ധർമ്മിഷ്ഠൻ അല്ലാഹുവിന് വലിയ ഇഷ്ടപ്പെട്ടവനാണ്. മിൻ അൽഫി ആബിദിൻ, 1000 ആബിദീങ്ങളെക്കാൾ എന്ന് മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച. നോക്കൂ, ഇത്രയും വലിയ ഒരു സംഖ്യ ഒരാൾക്ക് ഇത്ര വലിയ പരിപാടിക്ക് വേണ്ടി, സമസ്തയുടെ 100-ാം വാർഷിക പരിപാടിക്ക് വേണ്ടി അദ്ദേഹം നൽകണമെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്രത്തോളം സമസ്തയെ സ്നേഹിക്കുന്നുണ്ട്. കാരണം ഈ സമസ്തയുടെ ഈ മഹത്തായി പരിപാടി നടക്കുമ്പോൾ അതിൽ നടത്തുന്ന ചെലവ് തീർച്ചയായും അല്ലാഹുവിൻ്റെ അടുക്കൽ അത് സ്വീകാര്യമുള്ളതാകും എന്നുള്ള ഉറപ്പില്ലാതെ ഒരാൾക്കും അത്ര വലിയ സംഖ്യ നൽകാൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നു, തജിദു ഇൻദല്ലാഹ്, അല്ലാഹുവിൻ്റെ അടുക്കൽ തീർച്ചയായും നന്മകൾ കാണിക്കപ്പെടുമെന്നാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ്. നോക്കൂ, അസ്സഖിയു ഖരീബും മിനല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും അടുത്ത ആളുകൾക്കേ ഇത് സാധിക്കുകയുള്ളൂ. അവർ അല്ലാഹുവിലേക്ക് അടുക്കും, അവർ സ്വർഗത്തിലേക്ക് അടുത്തവരാണ്, അവർ നരകത്തെ തൊട്ട് വിദൂരമായവരാണ്, ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്. ഇബ്രാഹിം ഹാജി കുനിയ എന്ന് പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് എന്തെന്നില്ലാത്തൊരു മുഹബ്ബത്ത് അദ്ദേഹത്തോടു കൂടി വരുന്നുണ്ട്. എന്തുകൊണ്ട്? പരിശുദ്ധമായ ദീനിനു വേണ്ടിയാണ് അദ്ദേഹം നൽകിയ സമ്പത്ത്. 2 ലക്ഷമോ 3 ലക്ഷമോ 10 ലക്ഷമോ അല്ലല്ലോ, 10 കോടിയാണ്. കാരണം അവിടെ വരുന്നത് പ്രഗത്ഭരായ പണ്ഡിതന്മാർ, വലിയ ആലിമീങ്ങളും വലിയ ഉമറാക്കളും വരികയാണ്. അവർക്ക് വേണ്ടിയുള്ള ചെലവിന് വേണ്ടിയുള്ള സർവ്വതും മഹാനായ മനുഷ്യനായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഹാജി കുനിയ ഏറ്റെടുത്തു. 10 കോടി എന്ന് പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്, ഒരാൾ ഒരു 10 രൂപ കൊടുക്കുമ്പോൾ, സാധാരണക്കാർ ഒരു പാവപ്പെട്ടവന് 10 രൂപ കൊടുക്കുമ്പോൾ വലിയ വിഷയമാണ്. കാരണം സ്വഹാബത്തിൻ്റെ അരികിൽ വന്ന് ചോദിച്ച്, എനിക്കൊരു അല്പം തേന് വേണമെന്ന് പറഞ്ഞു. ആ സമയത്ത് സ്വഹാബ് നിറയെ തേന് കൊടുത്തു. എന്തിനാണ് ഇത്രയും? കുറച്ചല്ലേ ചോദിച്ചുള്ളൂ, അയാൾക്ക് കുറച്ചാണ് ആവശ്യമുള്ളത്, പക്ഷേ എനിക്ക് കൊടുക്കാൻ അള്ളാഹു ഇത്രയും തൗഫീക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്ത്. അത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. അള്ളാഹു ഇഷ്ടപ്പെട്ട, അള്ളാഹു തിരഞ്ഞെടുത്ത ആളുകൾക്ക് മാത്രം സാധിക്കുന്ന പരിശുദ്ധമായ ദീനിനെ സഹായിക്കാൻ ഒരാൾക്ക് സന്മനസ് നൽകണമെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ ഹൃദയം എത്രത്തോളം വിശാലമായിരിക്കണം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹൃദയമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല സംഭാവന അള്ളാഹു സ്വീകരിക്കട്ടെ. സന്തോഷമായി, അത്ഭുതപ്പെട്ടു. കാരണം ഇത്രയും ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമാണ് ഒരു സമ്മേളനത്തിന് വരെ ഒരാൾ 10 കോടി രൂപ കൊടുക്കുന്നത്. ഈ അടുത്ത് നടന്ന തഹിയ ഫണ്ട് അത്ഭുതപ്പെടുത്തി. 46 ക്രോസ് ആയിരിക്കുകയാണ് തഹിയ. നിർത്തുന്ന സമയത്ത് അതും ഇങ്ങനെ അധികകൾ വന്നുകൊണ്ടേയുണ്ട്. ആ സമയത്ത് കൃത്യം സമയത്ത് അത് നിർത്തിവെച്ചു. മാഷാ അല്ലാഹ്, എത്ര
നല്ല നല്ല മനുഷ്യന്മാർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ലോകം ഇത്രയും മനോഹരമായി നിലനിന്നു പോകുന്നത്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ആ പരിശുദ്ധമായ സംഭാവനം അള്ളാഹു കബൂലാക്കട്ടെ. അതിന് പകരം അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ സർവ്വ മുറാദ് അള്ളാഹു ഹാസിലാക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം നൽകുന്ന സംഭാവനം ഇതുപോലെയായിരിക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇതുപോലെ നൽകണമെന്നാണ്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ നൽകണമെന്നാണ്. കാരണം അള്ളാഹുവിന് വേണ്ടി നൽകുമ്പോൾ ഇഷ്ടപ്പെട്ട് നൽകണം. കാരണം നമ്മുടെ പള്ളികളിലേക്കൊക്കെ പാവപ്പെട്ടവരൊക്കെ വരും. കാരണം മകളുടെ വിവാഹം കഴിക്കാൻ അല്ലെങ്കിൽ വീട് കെട്ടാൻ പലതിനുമായി വരും. ആ സമയത്ത് നാം അവർക്ക് കൊടുക്കേണ്ടത് നല്ലൊരു സംഖ്യയായിരിക്കണം. 10 രൂപ. ചിലപ്പോൾ വലിയ വലിയ സമ്പന്നർ പോലും ആ പള്ളിയുടെ ഇറങ്ങിപ്പോകുമ്പോൾ 10 രൂപയും 5 രൂപയും കൊടുത്തു പോകുന്ന രംഗങ്ങളൊക്കെ കാണും. നിങ്ങൾക്ക് അള്ളാഹു നൽകിയ സമ്പത്താണ്. ആ പാവപ്പെട്ടവർ പള്ളികളിലേക്ക് വരുന്നത് അവർക്കുള്ള ഇസ്സത്തും അഭിമാനം കളഞ്ഞുകൊണ്ട് അവർ വരുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, വേറെ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്, വേറെ ഒരു മാർഗമില്ലാത്തത് കൊണ്ടാണ് അവർ അഭിമാനത്തെ പോലും പണയം വെച്ചുകൊണ്ട് അവർ പള്ളി മുറ്റത്തൊക്കെ വന്ന് യാചനയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നത്. തീർച്ചയായും അത്തരത്തിലുള്ള ആളുകൾ പാവങ്ങളൊക്കെ കാണുമ്പോൾ അവരെ സഹായിക്കാനുള്ള ഒരു സന്മനസ് വരിക എന്നുള്ളത്, അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ അവഗണിച്ചു പോവുകയാണ് നാം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈമാൻ എന്തോ ഒരു അപാകതയുണ്ട് എന്നാണ്. പെട്ടെന്ന് അത് ചികിത്സിക്കേണ്ടതാണ്. ചില പള്ളികളിലൊക്കെ ഉണ്ട് അത്തരത്തിലുള്ള സംഭാവനകൾ കമ്മിറ്റി യോഗം കൂടി തടഞ്ഞു വച്ചിരിക്കുന്ന ചില കമ്മിറ്റികളുണ്ട്. കാരണം ആരെങ്കിലും പോയാൽ പറയാറുണ്ട്, ഉസ്താദെ അവിടെ എടുക്കാറില്ല, വെള്ളിയാഴ്ച അവിടെ പിരിവ് നടത്താറില്ല, അത് ജമാഅത്ത് കമ്മിറ്റിൻ്റെ തീരുമാനമാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, നിനക്ക് ആരധികാരം തന്നു ഇങ്ങനെ ഒരു തീരുമാനം, പരിശുദ്ധമായ ദീനിനെതിരായ ഒരു തീരുമാനം എടുക്കാൻ? മദീനത്തെ പള്ളിയിൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്ത് ആഴ്ചയിൽ ഒരു ദിവസം വെള്ളിയാഴ്ച മാത്രമേ ആയിരുന്നില്ലല്ലോ പാവങ്ങളെ സഹായിക്കുന്നത്. എല്ലാ മഗ്രിബും മിശാവും ളുഹറും അസ്ർ സുബ്ഹി എല്ലാ സമയത്തും നിരന്തരമായ സഹകരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരുന്നു. അത്തരത്തിലുള്ള സഹകരണങ്ങൾ നാട്ടിലുണ്ടാക്കാനും പാവങ്ങളെ സഹായിക്കാനും വേണ്ടിയാണ് ഒരു നാട്ടിൽ ജമാഅത്ത് കമ്മിറ്റിയൊക്കെ വേണ്ടത്. അതല്ലാതെ കൊടുക്കുന്നത് തടയാനും അത്തരക്കാരെ നിരുത്സാഹപ്പെടുത്താനും പാവങ്ങൾ എത്ര ദൂരത്തു നിന്നാണ് വരുന്നത്. തീർച്ചയായും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സഖിയു അഹബ്ബു ഇലല്ലാഹ് മിൻ അൽഫി ആബിദിൻ. 1000 ആബിദിനേക്കാൾ അള്ളാഹുക്ക് ഇഷ്ടം ആ ധർമ്മം ചെയ്യുന്നവൻ സഖിയാണ് എന്ന് മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. അത്രയും വലിയ വിഷയമാണ് സ്വതക്ക എന്നുള്ളത്. കാരണം നോക്കൂ, ഒരാളെ റൂഹ് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് അവസാനം ചെയ്യുന്ന ഒരു വാക്കുണ്ട്, ഫഅസ്വദ്ദക വാക്കും മിനസ്വാലിഹിൻ അൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹ. ഒരു ചെറിയ അവധി എന്നെ പിന്തിക്കുക, ചെറിയ അവധി എന്നെ പിന്തിക്കുകയാണെങ്കിൽ ആ സമയത്ത് നാം ചെയ്യേണ്ടത് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമൽ ചെയ്യണമല്ലോ. കാരണം മരിക്കാൻ പോവുകയാണ്. ചെറിയ അവധി അള്ളാഹു നമുക്ക് പിന്തിപ്പിച്ച് തരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അമൽ ഏതാണ്? ഞാൻ നിസ്കരിക്കുന്നു അല്ലാഹ്, ഞാൻ നോമ്പ് നോക്കുന്നു റഹ്മാനെ, ഞാൻ ഹജ്ജ് ചെയ്യുന്നു അല്ലാഹ്, എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ ഖിദ്മത്ത് ചെയ്യുന്നു റബ്ബേ എന്നല്ല. ഫഅസ്വദ്ദക വകും മിനസ്വാലിഹീൻ. എന്തെങ്കിലും ദാനം ധർമ്മം ചെയ്ത് ഞാൻ സ്വാലിഹീങ്ങൾ പെടുന്നു റബ്ബേ എന്നാണ് ആ സമയത്ത് പറയുന്നത്. അപ്പോൾ അള്ളാഹു പറയുന്നു, ലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹ. അജലി എത്തിയതിൻ്റെ ശേഷം അള്ളാഹു പിന്തിക്കുകയില്ല. ഇതാ ഇപ്പോൾ അള്ളാഹു നമുക്ക് അവസരം നൽകിയിട്ടുണ്ട്. ഈ അവസരത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമായ സമ്പത്ത്, തീർച്ചയായും പാവങ്ങളെ സഹായിക്കാൻ നാം മുൻപന്തിയിൽ വരണം. കാരണം അത് അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൽ തീർച്ചയായും അള്ളാഹു നമുക്ക് കാണിക്കും. അള്ളാഹുവിന് നൽകുന്നത് അത് വളരെ നാം ഇഷ്ടപ്പെടുന്ന സംഖ്യയായിരിക്കണം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.